Okay, welcome to our next section of magnetic effects of electric current, and today we will be starting with the principles of moving coil galvanometer. That means the torque acting on a current carrying loop which is placed in a magnetic field. കഴിഞ്ഞ സെഷൻ വരെ നമ്മൾ പറഞ്ഞു നിർത്തിയത് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സും ആ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഒരു ചാർജിലേക്ക് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നു, അതിനുശേഷം ആ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഒരു കറണ്ട് ക്യാരിയിങ് വയറിലേക്ക് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ള ടോപ്പിക് വരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത്. സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് ദ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ദാറ്റ് വി ഹാവ് ഡിസ്കസ്ഡ് ഇൻ ദ പ്രീവിയസ് ക്ലാസ്. ഓക്കെ, അപ്പോൾ മക്കളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തി അതായിരുന്നു, ഒരു ചാർജ് ക്യൂ എന്ന് പറയുന്ന ചാർജ് വി വെലോസിറ്റിയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് വി ഹാവ് ഡിസ്കസ് ഇറ്റ് ആസ് എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻ ടു വി ക്രോസ് ബി, and we have told that the direction of the Lorentz force will be in the direction of the cross product of V and V cross B. ഇവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത്. അപ്പോൾ സപ്പോസ് നമുക്കൊരു ചാർജ്, ഒരു കണ്ടക്ടറിനകത്ത് ഒരു ചാർജ് ഉണ്ട്. അപ്പോൾ ഇതൊരു എൽ ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടർ, ആ കണ്ടക്ടറിനകത്ത് ഒരു ചാർജിനെ നമുക്ക് അസ്യൂം ചെയ്യാം. ഈ എൻഡിൽ ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജ് ഉണ്ടെന്ന് വിചാരിച്ചു, ആൻഡ് ദാറ്റ് ചാർജ് ഇസ് മൂവിങ് along the length of the conductor with a velocity v. ഇതിലൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് സപ്പോസ് ഈ ചാർജിനെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണെന്ന് വിചാരിക്കുക. ഈ ചാർജ് നമ്മൾ വെച്ചിരിക്കുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ്. ആൻഡ് ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ മക്കളത് ഇങ്ങനെയാണെന്ന് ഞാൻ കൺസിഡർ ചെയ്യുന്നു. ദ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ആക്ടിങ് അലോങ് ദിസ് ഡയറക്ഷൻ. മുകളിലേക്കുണ്ട്. അപ്പോൾ ഇങ്ങോട്ടേക്കാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അത് ക്രോസ് ചെയ്തിട്ടാണ് പോകുന്നത്. ഈ ചാർജ് മൂവ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. അപ്പോൾ നമുക്കറിയാം ഈ സിറ്റുവേഷനിൽ ആ ചാർജിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി നത്തിങ് ബട്ട് ക്യൂ വി ബി ആയിരിക്കും. സപ്പോസ് ഈ മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത് അറ്റ് ആൻ ആംഗിൾ തീറ്റ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നോക്കിക്കോളൂ, ഇങ്ങനെയാണെങ്കിൽ ഇതാണ് കണ്ടക്ടർ ആൻഡ് യു ക്യാൻ സീ ഈ ക്യൂ എന്ന് പറയുന്ന ചാർജ് മൂവ് ചെയ്യുന്നു വിത്ത് എ വെലോസിറ്റി വി. സപ്പോസ് നിങ്ങളവിടെ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നത് ഈ രീതിയിലായിരുന്നെങ്കിൽ ഇങ്ങനെയാവാലോ, ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് അങ്ങനെയല്ല. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ആക്ടിങ് പെർപെൻഡിക്കുലർ ടു ദ വെലോസിറ്റി വെക്ടർ. ഇവിടെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിനും വെലോസിറ്റി വെക്ടറിനും ഇടയിൽ തീറ്റ എന്ന് പറയുന്ന ആംഗിളാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് സിറ്റുവേഷനും നമ്മൾ കണ്ടതാണ്. ഇവിടെയാണെങ്കിൽ ക്യൂ വി ബി എന്നെഴുതും, ഇവിടെയാണെങ്കിൽ ക്യൂ വി ബി സൈൻ തീറ്റ എന്ന് എഴുതും. കാരണം ഇവിടെ വെലോസിറ്റി വെക്ടറും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറും പെർപെൻഡിക്കുലർ ആണ്. ഇവിടെയാണെങ്കിൽ ദേ ആർ സെപ്പറേറ്റഡ് ബൈ ആൻ ആംഗിൾ ഓഫ് തീറ്റ. സോ ഇൻ ദിസ് കേസ് വി വിൽ ബി റൈറ്റിംഗ് ലൈക്ക് എഫ് ഇസ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ തീറ്റ എന്ന് എഴുതും. സോ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഒരു കണ്ടക്ടർ, അതിൻ്റെ ലെങ്ത് നമ്മൾ പറഞ്ഞു. ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ എന്ന് പറയുന്നത് L ആണ്. അതിലൂടെ ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ ചാർജിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സാണ് ക്യൂ വി ബി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ഫോഴ്സിനെ തന്നെ ഇലക്ട്രോണിക് ലെവലിൽ നിങ്ങൾക്ക് അറിയാം, ചാർജ് കറണ്ടിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് ഇലക്ട്രോണിക് ലെവലിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദിസ് ചാർജ് ക്യാൻ ബി റീപ്ലേസ്ഡ് ആസ്, യു വിൽ ബി ഫെമിലിയർ അബൌട്ട് ദിസ് ഇക്വേഷൻ I ഈസ് ഈക്വൽ ടു NEAV, ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ടൈമിൽ വരുന്ന കറണ്ടിൻ്റെ ഇക്വേഷൻ. ഇത് കറണ്ടിൻ്റെ ഇക്വേഷനാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറയാം, dq ഡിവൈഡഡ് ബൈ dt ഈസ് ഈക്വൽ ടു NEAV അല്ലേ മക്കളെ, dq ഡിവൈഡഡ് ബൈ dt. സോ ദാറ്റ് മീൻസ് dq ഈസ് ഈക്വൽ ടു NEAV ഇൻറ്റു dt. സപ്പോസ് ഇഫ് ഈ ഇൻ്റഗ്രേറ്റ് ഓൺ ബോത്ത് സൈഡ്സ്, ഇൻ്റഗ്രൽ dq എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് ദ ടോട്ടൽ ചാർജ് q ഈസ് ഈക്വൽ ടു NEA, കോൺസ്റ്റൻ്റ് അല്ലേ, NEA നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു, NEA. പിന്നെ ബാക്കി വരുന്ന ആരാണ്, ഇൻ്റഗ്രൽ വി ഡി ടി ആണ്. വാട്ട് ഈസ് മീൻ ബൈ ഇൻ്റഗ്രൽ വി ഡി ടി? ഇൻ്റഗ്രൽ വി ഡി ടി മീൻസ് NEA വെലോസിറ്റി ഇൻറ്റു ടൈം മീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ്, അല്ലെങ്കിൽ നമുക്കതിനെ ഇപ്പോൾ DL എന്ന് വിളിക്കാം, കാരണം ഇറ്റ് ഈസ് ട്രാവലിംഗ് അലോങ് എ ലൈൻ ഓഫ് L. അപ്പോൾ NEA ഇൻറ്റു ഇൻ്റഗ്രൽ DL ഞാൻ എന്തായിട്ട് മാറ്റി, NEAL എന്ന് എഴുതാലോ. ഇൻ്റഗ്രൽ DL മീൻസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ, അല്ലെങ്കിൽ ദ ടോട്ടൽ പാത്ത് ലെങ്ത് ഓഫ് ദ ബോഡി. ഇവിടെ ടോട്ടൽ പാത്ത് ലെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. സോ ദ ചാർജ് ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ ദ ഇക്വേഷൻ Q ഇസ് ഈക്വൽ ടു NEAL. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. സോ NEAL
എ എൽ ഇൻറ്റു വി ബി എന്നായിട്ട് മാറും. ആൻഡ് വി നോ ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. NEAV, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ കറൻറ്റ്. സോ ഇറ്റ് ഈസ് I. ദെൻ ബാക്കി നിൽക്കുന്ന ആരാണ്? ഒരു B ഉണ്ട്, പിന്നെ ഒരു L ഉണ്ട്. സോ വി വിൽ ബി ഗെറ്റിംഗ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ് ഇസ് ഈക്വൽ ടു BIL. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് നമ്മൾ ലോറൻസ് ഫോഴ്സ്, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ചാർജിനും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിനും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. നമുക്ക് രണ്ടിലേക്കും എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റും? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റും. ചാർജ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെ പറയും? ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ്, വെലോസിറ്റി. കറണ്ട് കാരിയും കണ്ടക്ടർ ആണെങ്കിൽ നമ്മളെങ്ങനെ പറയാറുള്ളത്? ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് കറണ്ട്. അതായത് നമ്മളുടെ ഷോർട്ടായിട്ട് നമ്മൾ പറയുമ്പോൾ ഇത് ചാർജ് ആണെങ്കിൽ FBV, കറണ്ട് കാരിങ് വയറാണെങ്കിൽ FBI ഇൻ ദ ക്ലോക്ക് വൈസ് ഓർഡർ. ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണെങ്കിൽ ക്ലോക്ക് വൈസ് ഓർഡർ, മറക്കണ്ട. അപ്പോൾ F ഈക്വൽ ടു BIL എന്ന് നമുക്ക് കിട്ടി. ഇതേപോലെ തന്നെ ഇവിടെ നമുക്ക് എന്ത് പറയാം? ഹിയർ ഇറ്റ് വിൽ ബി ലൈക്ക് NEAL VB സൈൻ തീറ്റ എന്നായിട്ട് മാറും. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് NEAV എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ്. സോ വിൽ ബി റൈറ്റിംഗ് ഇറ്റ് ലൈക്ക് BIL. NEAV എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി, ഐ എം സോറി, NEAV എന്ന് പറയുന്നത് കറണ്ട് അലോങ് ദ conductor. So it is BIL sin theta. On the vector form we will be writing it as IL, vector IL cross vector B is the force. Okay, ഇത് QEB sin തീറ്റയിൽ തന്നെയാണ്, ലോറൻസ് ഫോഴ്സിൻ്റെ ബേസിക് ഇക്വേഷൻ തന്നെയാണ് നമ്മൾ എന്തിലേക്ക് വരുന്നത്? ഈ പറഞ്ഞ BILലേക്ക് വരുന്നത്, അല്ലെങ്കിൽ BIL sin തീറ്റയിലേക്ക് വരുന്നത്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട്, ഈ ലോറൻസ് ഫോഴ്സിൻ്റെ ഇക്വേഷനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് നോക്കേണ്ടത് ഈ ഒരു കറണ്ട്, ഈ BIL sin തീറ്റ എന്ന് പറയുന്ന ഫോഴ്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് ഒരു കണ്ടക്ടറിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നു. അതിൻ്റെ ഇക്വേഷനാണ് ഈ പറയുന്ന BIL sin തീറ്റ എന്ന് പറയുന്നത്. സപ്പോസ് അതൊരു സിംഗിൾ കണ്ടക്ടർ അല്ലാതെ ഒന്നിലധികം കണ്ടക്ടേഴ്സിൻ്റെ ഒരു ലൂപ്പ് ആവാം. ലൂപ്പ് മേ ബി സർക്കുലർ ആവാം, അല്ലെങ്കിൽ അത് എന്താ പറയുക, സ്ക്വയർ ആവാം, റെക്ടാങ്കുലർ ആവാം, ട്രയാങ്കുലർ ലൂപ്പ് ആവാം. അങ്ങനെ ഒരു കറണ്ട് ക്യാരിയിങ് ലൂപ്പിലേക്ക് ഇതുപോലൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്ന സമയത്ത് അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്താണ്, ടോർക്ക് എന്താണ്, അതുപോലുള്ള കാര്യങ്ങളാണ് നമുക്ക് നെക്സ്റ്റ് കാണേണ്ടത്. ഓക്കെ, സോ ലെറ്റ്സ് സീ ഹൗ ദ ഫോഴ്സ് ആൻഡ് ടോർക്ക് ആക്ടിങ് ഓൺ എ current carrying loop. Listen, it is not current carrying conductor, it is a collection of conductors, or the force or torque acting on a current carrying loop which is placed in a permanent magnetic field. അതാണ് നമുക്ക് അടുത്ത് കാണേണ്ടത്. ഓക്കെ, ലെറ്റ്സ് സീ ദാറ്റ്. ഓക്കെ, ഇതാണ് നമ്മളിപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഒരു കറണ്ട് കാരിയിങ് ലൂപ്പ് വിച്ച് ഇസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ അതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോർക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു സ്കീമാറ്റിക് ഡയഗ്രാം നമ്മൾ ഒരു 2 മാഗ്നറ്റ്സ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു മാഗ്നറ്റിൻ്റെ നോർത്ത് പോളും അടുത്ത മാഗ്നറ്റിൻ്റെ സൗത്ത് പോളും ഫേസ് ചെയ്യുന്ന രീതിയിലാണ് അറേഞ്ച്മെൻറ്റ്. അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു റെക്ടാങ്കുലർ ലൂപ്പിനെ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട് വിത്ത് ലെങ്ത് ഓഫ് A with a breadth of A and length of B. അതിനെ നമ്മളൊരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യുന്നു. സോ ഫ്രം ദാറ്റ് ബാറ്ററി ഓഫ് EMF വേണമെങ്കിൽ ഇന്നോ എന്ത് വേണമെങ്കിലും എഴുതിക്കോ നിങ്ങൾ. ഫ്രം ദാറ്റ് ബാറ്ററി എ കറണ്ട് ഓഫ് I ഇസ് ഫ്ലോയിങ് ഇൻ ദ ലൂപ്പ്. അപ്പോൾ ആ കറണ്ട് ഇങ്ങനെ വന്ന് ഇതിലെ പോയി തിരിച്ചിവിടെ തന്നെ നെഗറ്റീവ് ടെർമിനലിൽ തന്നെ എത്തും. അപ്പോൾ 4 സൈഡിൽ കൂടെയും കറണ്ട് ഫ്ലോ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ബാറ്ററി ഓൺ ആക്കുന്നത് വരെ ഈ ലൂപ്പിനകത്ത് പ്രത്യേകിച്ച് ഫോഴ്സ് ഒന്നും എക്സ്പീരിയൻസ് ചെയ്യില്ല. ഈ ലൂപ്പ് എന്ന് പറഞ്ഞാൽ 4 കണ്ടക്ടറാണ്. ആൻഡ് ഫോർ ഈച്ച് കണ്ടക്ടർ ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ആസ് F ഇസ് ഈക്വൽ ടു BIL അല്ലെങ്കിൽ BIL sin തീറ്റ. ഇവിടെ പക്ഷേ കറണ്ട് വരുന്നിടത്തോളം നേരം ഇതിനകത്ത് ഫോഴ്സ് ഒന്നും എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. ഓക്കെ, ലെറ്റ് us see. നമ്മൾ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാറ്ററിയിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് വരെ ഈ 4 കണ്ടക്ടിങ് വയറിനും ഒരു ഫോഴ്സും എക്സ്പീരിയൻസ് ചെയ്യില്ല. ബാറ്ററി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവും. ആ കറണ്ട് ഫ്ലോ ഉണ്ടാവുന്ന സമയത്ത് ഈ 4 കണ്ടക്ടറും കറണ്ട് കാരിങ് വയറായിട്ട് മാറും. അപ്പോൾ ആ കറണ്ട് കാരിങ് വയറുകളിൽ 4 കറണ്ട് കാരിങ് വയറുകളിൽ ആർക്കൊക്കെയാണ് മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഡയറക്ഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോഴ്സ് ആയതുകൊണ്ട് നമുക്ക് എന്തും കൂടെ കൺസിഡർ ചെയ്യണം, ഡയറക്ഷൻ കൂടെ കൺസിഡർ ചെയ്യണം. ഇവിടെ ഈ BC ആണെങ്കിലും ഞാൻ ലൂപ്പിനൊരു പേരൊക്കെ കൊടുത്തിട്ടുണ്ട് മക്കളെ. അപ്പോൾ ABCD എന്ന് പറഞ്ഞ ലൂപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ BC ആണെങ്കിലും AD ആണെങ്കിലും ഈ 2 എണ്ണവും മാഗ്നറ്റിക് ഫീൽഡിനെ
എങ്ങനെയാണ് വരുന്നത്? പാരലായിട്ട്. ഇത് മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിട്ടും ഇത് മാഗ്നറ്റിക് ഫീൽഡിന് ആൻറ്റി പാരലായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദ ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ ദ സെഗ്മെൻറ്റ് ഓഫ് ബി സി ആൻഡ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ ദ സെഗ്മെൻറ്റ് ഓഫ് എ ഡി രണ്ടും 0 ആണ്. ബിക്കോസ് വെലോസിറ്റി വെക്ടർ ഈസ് പാരലൽ, അല്ലെങ്കിൽ ആംഗിൾ ബിറ്റ്വീൻ ദ വെലോസിറ്റി വെക്ടർ ആൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ്, ഇതിനെ ഞാൻ എന്താ എഴുതാം? ഈക്വൽ ടു 0 ബിക്കോസ് തീറ്റ ഈക്വൽ ടു 0 അത്ര എഴുതി വെച്ചാൽ മതി. നമ്മൾ ആംഗിൾ ബിറ്റ്വീൻ വെലോസിറ്റി വെക്ടർ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഈക്വൽ ടു 0 ഒന്നും എഴുതണ്ട. നമുക്കറിയാലോ തീറ്റ എന്ന് പറയുന്നത് ഈ സിറ്റുവേഷനിൽ ആംഗിൾ ബിറ്റ്വീൻ വെലോസിറ്റി വെക്ടർ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ ഈ രണ്ടുപേരെ കാര്യത്തിൽ തീരുമാനമായി. നമുക്കിനി നോക്കേണ്ടത് ആരാണ്? ഈ എ ബി എന്ന് പറയുന്ന സെഗ്മെൻറ്റും സി ഡി എന്ന് പറയുന്ന സെഗ്മെൻറ്റുമാണ് നമുക്ക് നോക്കേണ്ടത്. അവർക്ക് എങ്ങനെയാണ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, എ ബി ആണെങ്കിലും സി ഡി ആണെങ്കിലും രണ്ടും മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ എ ബി ആൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ സി ഡി ആർ ഈക്വൽ. തീറ്റ 90 ഡിഗ്രി ആയതുകൊണ്ട് നമുക്കതിനെ എന്ത് പറയാം? എഫ് ഈക്വൽ ടു ബി ഐ എൽ സൈൻ തീറ്റ വേണ്ട, ഇറ്റ് ഈസ് ബി ഐ. എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ കണ്ടക്ടറാണ്. അത് എത്രയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്? ബി ഐ ഇൻറ്റു ബി ആണ്, സ്മോൾ ലെറ്റർ ബി, ദാറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്. ഹിയർ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് വന്നു. അപ്പോൾ അത് കാര്യമായി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നോക്കേണ്ടത് തീറ്റ ഈക്വൽ ടു, നമ്മളിപ്പോൾ മാഗ്നിറ്റ്യൂഡ് മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഫോഴ്സ് ആയതുകൊണ്ട് അത് വെക്ടർ ക്വാണ്ടിറ്റി ആണ്. സോ വി ഹാവ് ടു സ്പെസിഫൈ ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ് ദാറ്റ്സ് ദ കണ്ടക്ടേഴ്സ് ആർ എക്സ്പീരിയൻസിങ്. ഇപ്പോൾ ഇവിടെ ഒരേ ഒരു കാര്യത്തിൽ മാത്രമേ എ ബിയും സി ഡിയും തമ്മിൽ വ്യത്യാസമുള്ളൂ. അത് എന്താ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. എ ബിയിലുള്ള കറണ്ടിൻ്റെ ഡയറക്ഷൻ അപ്വേർഡ് ആണ്, സി ഡിയിലുള്ള കറണ്ടിൻ്റെ ഡയറക്ഷൻ ഡൗൺവേർഡ് ആണ്. കറണ്ടിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ വ്യത്യാസം വരും. ബിക്കോസ് ലോറൻസ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു ഐ എൽ ക്രോസ് ബി ആണ്. കറണ്ടിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളത് നമുക്കിവിടെ നോക്കാം. ഇവിടെ ഞാൻ ഈ എ ബി എന്ന് പറയുന്ന സെഗ്മെൻറ്റിനെ നമുക്ക് വേണമെങ്കിൽ അതിനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് നോക്കാം. എ ബി എന്ന് പറയുന്ന സെഗ്മെൻറ്റ് മാത്രം നോക്കിയാൽ മക്കളെ, കറണ്ട് പോകുന്നത് മേലേക്കാണ്, മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത് എങ്ങോട്ടേക്കാണ്? ഈ ഡയറക്ഷനിലാണ്. അപ്പോൾ അവിടെ ഐ എൽ ക്രോസ് ബി എന്ന് പറയുന്ന ഡയറക്ഷനിലാണ് ആര് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്? ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഐ എൽ ക്രോസ് ബി എടുക്കണം നിർബന്ധമൊന്നുമില്ല. നമ്മുടെ കയ്യിൽ ആരുണ്ട്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉണ്ട്. അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എഫ് ബി ഐ കറണ്ട് വരുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത്, ഇത് forefinger represents the magnetic field and middle finger represents the current and thumb represents the magnetic force. അപ്പോൾ നമുക്ക് forefinger ഇതാണ് എന്തിൻ്റെ ഡയറക്ഷനിൽ വരുന്നത്? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ വരുന്നത്. പിന്നെ കറണ്ട് വരുന്നത് എങ്ങോട്ടേക്കാണ്? കറണ്ട് വരുന്ന അപ്വേർഡ് ഡയറക്ഷനിലാണ്. സോ കറണ്ടായി. സോ ഫോഴ്സ് വരുന്നത് എങ്ങോട്ടേക്കാണ്? ഇറ്റ് ഈസ് ആക്ടിങ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ. സോ ഈ കണ്ടക്ടറിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന, അതായത് എ ബി എന്ന് പറയുന്ന കണ്ടക്ടറിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എങ്ങോട്ടേക്കാണ്? ഫോഴ്സ് ഈസ് ആക്ച്വലി ആക്ടിങ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ. അപ്പോൾ നമുക്കിതിനെ എന്തായിട്ട് വിളിക്കാം? എഫ് എ ബി ആക്ടിങ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ. അപ്പോൾ നമുക്കത് കിട്ടി, എഫ് എ ബി ഈസ് ആക്ടിങ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ എന്നുള്ളത്. ഇതേപോലെ തന്നെ ഇനിയിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എഫ് എ ബി ഇൻ ടു ദ പ്ലെയിൻ ആണെങ്കിൽ ഈ എഫ് സി ഡിയുടെ വാല്യൂ എന്തായാലും എങ്ങോട്ടേക്കായിരിക്കും? പുറത്തേക്കായിരിക്കും. ഇനി അത് ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം. ബിക്കോസ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ വ്യത്യാസം വന്നിട്ടില്ല. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടേക്കാണ്? ഇറ്റ് ഈസ് ആക്ടിങ് ടുവേഴ്സ് റൈറ്റ് ഹാൻഡ് സൈഡ്. കറണ്ട് ആക്ട് ചെയ്യുന്ന എങ്ങോട്ട് മക്കളെ? താഴേക്കാണ്. സോ ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട്. സോ ദ ഫോഴ്സ് ആക്ടിങ് വിൽ ബി ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഓഫ് പേപ്പർ. അപ്പോൾ എങ്ങനെ കിട്ടും? This is the force which is acting out of the plane of paper, that is force experienced on CD. കറണ്ടിൻ്റെ ഡയറക്ഷനിൽ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്കിവിടെ കിട്ടിയത് എന്താണ്? രണ്ട് ഫോഴ്സുകളാണ്, രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സുകളാണ് നമുക്ക് കിട്ടിയത്. ഇനി ഇതേ കാര്യം തന്നെ വെക്ടർ നൊട്ടേഷനിൽ കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് നിർബന്ധമുള്ള ആൾക്കാർക്ക് അങ്ങനെ കണ്ടുപിടിക്കാം. ബിക്കോസ് ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഡിറ്റർമിൻ ചെയ്യുന്ന ആരാണ്? ഐ എൽ ക്രോസ് ബി ആണ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇവിടെ ഐ എൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കേസിൽ എഫ് എ ബി നിങ്ങൾ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ എഫ് എ ബിയുടെ ഡയറക്ഷൻ കണ്ടുപിടിക്കുമ്പോൾ ഐ എൽ എന്ന് പറയുന്നത് എങ്ങോട്ടേക്കാണ് മക്കളെ വരുന്നത്? എലോങ് ജെ ആണ്, പോസിറ്റീവ് ജെ ആണ്. അപ്പോൾ അത് ജെ ക്രോസ് മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത് ഐ അല്ലേ? ജെ ക്രോസ് ഐ മീൻസ് മൈനസ് കെ. അതാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്. ഇറ്റ് ഈസ് ആക്ടിങ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ. ഇതുപോലെ തന്നെ എഫ് സി ഡി ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. എഫ് സി ഡി എന്ന് പറയുമ്പോൾ കറണ്ട് ഈസ് ആക്ടിങ്, ഐ എൽ എന്ന് പറയുന്നത് എങ്ങോട്ടേക്കാണ്? ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്. അപ്പോൾ അത് മൈനസ് ജെ എന്ന് വന്നു. മൈനസ് ജെ ക്രോസ് മാഗ്നറ്റിക് ഫീൽഡ് വ്യത്യാസമല്ലോ, ഇറ്റ് ഈസ് ആക്ടിങ് അലോങ് ദ സെയിം ഡയറക്ഷൻ. മൈനസ് ജെ ക്രോസ് ഐ ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് കെ. ഇതേ കാര്യം തന്നെയാണ് നമ്മളിവിടെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ച് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് എളുപ്പം. നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത് യു ക്യാൻ ഡു ഇൻ ദാറ്റ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളപ്പോൾ ഡയറക്ഷൻ രണ്ടിൻ്റെയും ഈ എഫ് എ ബിയുടെയും എഫ് ബി സി ഡിയുടെയും ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന എന്താണ്? രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സുകളാണ്. ഒന്ന് ബി ഐ ബി ഇൻ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ, ഒന്ന് ബി ഐ ബി ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഓഫ് പേപ്പർ. ദീസ് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആക്ച്വലി കൺസ്റ്റിറ്റ്യൂട്ട് ഓഫ് എ കപ്പിൾ.
ഒരു കപ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സുകളെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് വരുന്നത് കൊണ്ട് നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ചെന്ത് പറയാം, വാട്ട് ഈസ് എ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ലൂപ്പ് ഓഫ് എ ബി സി ഡി. ഇത് എത്രയാണെന്ന് നോക്കി കഴിഞ്ഞാൽ എത്ര വരും മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് എ ബി പ്ലസ് എഫ് ബി സി പ്ലസ് എഫ് സി ഡി പ്ലസ് എഫ് എ ഡി. ഇത് രണ്ടും ഓൾറെഡി 0 ആണ്. ഇനി നമുക്ക് നോക്കേണ്ടത് എഫ് എ ബിയും എഫ് സി ഡി ആണ്. എഫ് എ ബി എന്ന് പറഞ്ഞാൽ ഇൻ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ ആയതുകൊണ്ട് നമ്മളതിനെ ഡയറക്ഷൻ വരുമ്പോൾ എന്ത് പറയേണ്ടി വരും? മൈനസ് ബി ഐ ബി എന്ന് പറയേണ്ടി വരും. പ്ലസ് എഫ് സി ഡി എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഓഫ് പേപ്പർ ആണ്, വിച്ച് ഇസ് ആക്ടിങ് അലോങ് ദ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് സെഡ് ആക്സിസ്. സോ ദാറ്റ് ഈസ് പോസിറ്റീവ് ബി ഐ ബി പ്ലസ് 0 പ്ലസ് 0. അതായത് ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ലൂപ്പ് ഇസ് ഈക്വൽ ടു 0. അതായത് ഓർമ്മിക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇഫ് യു ആർ പ്ലേസിങ് എ കറണ്ട് ക്യാരിയിങ് ലൂപ്പ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്, ഐ റിപ്പീറ്റ്, ഇഫ് യു ആർ പ്ലേസിങ് എ കറണ്ട് ക്യാരിയിങ് ലൂപ്പ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്, ദ ടോട്ടൽ ഫോഴ്സ് എക്സ്പീരിയൻസ് വിൽ ബി 0. ടോട്ടൽ ഫോഴ്സ് എക്സ്പീരിയൻസ് വിൽ ബി 0 ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഇത് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാണ്. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി എല്ലാ സ്ഥലത്തും കോൺസ്റ്റൻ്റ് ആയിരിക്കുന്ന ഒരു റീജിയൻ. അപ്പോൾ അതൊരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് റീജിയനിലാണ് നമ്മൾ ഈ കറണ്ട് ക്യാരിയിങ് ലൂപ്പിനെ വെക്കുന്നതെങ്കിൽ അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് നെറ്റ് ഫോഴ്സ് 0, ദാറ്റ്സ് ഫൈൻ. പിന്നെ പക്ഷേ ഇവിടെ വേറൊരു കാര്യം നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാവുന്നത്, രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സുകളാണ്. 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആക്ച്വലി കോൺസ്റ്റിറ്റ്യൂട്ട് ഓഫ് എ കപ്പിൾ ആൻഡ് ദ മൊമെൻറ്റ് ഓഫ് ദ കപ്പിൾ ഇസ് കോൾഡ് ആസ് ടോർക്ക്. അപ്പോൾ ഇവിടെ എന്തായാലും നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിലും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ എഫ് എ ബി എന്ന് പറയുന്നത് ഉള്ളിലേക്കും എഫ് സി ഡി എന്ന് പറയുന്നത് പുറത്തേക്കും ആക്ട് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കുന്ന ഈ ലൂപ്പിന് ഏത് തരത്തിലുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടാവും? ഡ്യൂ ടു ദ 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ദർ ക്രിയേറ്റ്സ് എ കപ്പിൾ ആൻഡ് that moment of couple is called as a torque, and the torque experienced by the loop will be making it moving in a rotational way. ഇത് ഇങ്ങനെ ഇരിക്കുന്ന ലൂപ്പിന് ഒരെണ്ണം ഇങ്ങോട്ടേക്കും ഒരെണ്ണം ഇങ്ങോട്ടേക്കും ഒരു ഫോഴ്സ് ഉള്ളിലേക്കും ഒരു ഫോഴ്സ് പുറത്തേക്കും വരുന്നതുകൊണ്ട് ഇങ്ങനെ നമ്മൾ വെച്ചിരിക്കുന്ന ഈ ലൂപ്പ്, ഇങ്ങനെയാണ് ലൂപ്പ് വെച്ചിരിക്കുന്നത്, ആ ലൂപ്പിന് ഈ എൻഡിൽ ഉള്ളിലേക്കും ഇപ്പുറത്തെ എൻഡിൽ പുറത്തേക്കും ഒരു ഫോഴ്സ് കിട്ടുന്നതുകൊണ്ട് ഈ ലൂപ്പ് എന്ത് ചെയ്യും? ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇറ്റ് വിൽ ബി ഹാവിങ് എ റൊട്ടേഷണൽ മോഷൻ വിത്ത് ആൻ ആംഗുലർ വെലോസിറ്റി ഓഫ് ഒമേഗ. അതിനുവേണ്ടിയാണ് ഞാനിവിടെ ഓൾറെഡി ഈ ആംഗുലർ വെലോസിറ്റി ഒമേഗ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ ലൂപ്പിന് ഒരു റൊട്ടേഷണൽ മോഷൻ ഉണ്ടാവും ബിക്കോസ് ഓഫ് ദ ടോർക്ക്. ആ ടോർക്ക് എത്രയാണ് എന്ന് കണ്ടുപിടിക്കലാണ് നമ്മളുടെ പണി. ടോർക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ടോർക്ക് എത്രയാണെന്നുള്ള കാര്യം നോക്കാം. ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ദ സെൻറ്റർ ആണ്. അപ്പോൾ ടോർക്ക് അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, നെറ്റ് ഫോഴ്സ് എന്തായാലും 0 ആണ്. ബട്ട് നെറ്റ് ടോർക്ക് 0 അല്ല. നെറ്റ് ടോർക്ക് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് അടുത്ത കാര്യം. അപ്പോൾ ടോർക്ക് നമുക്ക് നോക്കാം. ടോർക്ക് എന്ന് പറയുമ്പോൾ ടോ ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ടു ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദ ഫോഴ്സ്, പെർപെൻഡിക്കുലർ ടു ഫോഴ്സ്. ഇങ്ങനെയാണല്ലോ നമ്മൾ സാധാരണ ടോർക്ക് കണ്ടുപിടിക്കാറുള്ളത്. ടോർക്ക് ഓഫ് എ ഫോഴ്സ് ഇസ് ഈക്വൽ ടു ദാറ്റ് ഗിവൺ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ടു ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദ ഫോഴ്സ്. ഇവിടെ നമ്മൾ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ, ഈ എ ബി എന്ന് പറയുന്ന സൈഡിൽ നോക്കുകയാണെങ്കിൽ, ആ എ ബി എന്ന് പറയുന്ന സൈഡിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് നേരെ താഴേക്കാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ അത് ആക്ട് ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്? മുകളിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ ബി സി എന്ന് പറയുന്ന സൈഡിനെ നോക്കിയാൽ മക്കളെ, എ ലെങ്ത് ഉള്ള ബി സി എന്ന് പറയുന്ന സൈഡിനെ ഞാൻ എന്ത് ചെയ്യുന്നു? മുകളിൽ നിന്ന് ഒബ്സർവ് ചെയ്യണം. ഈ ബി സി എന്ന് പറയുന്ന സൈഡിനെ മുകളിൽ നിന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ബി സി എന്ന് പറയുന്ന സൈഡ്. ഇതാണ് ഈ ബി സി എന്ന് പറയുന്ന സൈഡിനെ ബി സി എന്ന് പറയുന്ന സൈഡിനെ ഞാൻ എങ്ങനെ ഒബ്സർവ് ചെയ്യാണ്? ഇവിടെ നിന്നുകൊണ്ട് ഒബ്സർവ് ചെയ്യാണ്. മേലെ നിന്നുകൊണ്ട് താഴേക്ക് ഒബ്സർവ് ചെയ്യുക. സൈഡ് വ്യൂ അല്ല, അപ്പർ വ്യൂ. ടോപ്പ് വ്യൂവിൽ നോക്കുമ്പോൾ ഇത് ബി സി എന്ന് പറഞ്ഞ സൈഡ്. ഈ ബി സി എന്ന് പറയുന്ന സൈഡിൻ്റെ സെൻറ്ററിലൂടെ അല്ലേ ആക്സിസ് കടന്നു പോകുന്നത്? ദിസ് ഇസ് ദ ആക്സിസ്. അപ്പോൾ ആക്സിസ് പാസ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ലെങ്ത് ഈസ് a/2 ആൻഡ് ദിസ് ലെങ്ത് എഗൈൻ ഈസ് a/2. ഇത് ആക്സിസ് ആണ്. ഇതിൽ ബി എന്ന് പറയുന്ന പോയിന്റിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്? ബി എന്ന് പറയുന്ന പോയിന്റിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഡൗൺവേർഡ് ആണ്, അല്ലെങ്കിൽ ഇൻ ടു ദ പ്ലെയിൻ ആണ്. അപ്പോൾ ഇൻ ടു ദ പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഒരു ഡയറക്ഷനിൽ, ഇതാണ് എഫ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ അത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ ഇങ്ങോട്ടേക്കാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഇതും എഫ് ആണ്,
ഇതും എഫ് ആണ്. നമ്മൾ എവിടുന്ന നോക്കുന്ന മക്കളെ? മേലേന്ന് നോക്കുന്നത്. മേലെ നോക്കുമ്പോൾ ബിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എങ്ങോട്ടേക്കാ? ഉള്ളിലേക്കും. സിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് പുറത്തേക്കും. അതായത് രണ്ട് ഫോഴ്സുകൾ ബിയിലും സിയിലും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സുകൾ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഈ പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അവിടെ എന്ത് നടക്കുന്നത്? റൊട്ടേഷൻ നടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ടോർക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ടോർക്ക് ഇസ് ഈക്വൽ ടു, ഇവിടുത്തെ ഫോഴ്സ് ആരാണ്? ബി ഐ ബി ആണ്. എഫ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാം? ബി ഐ ബി ഇൻറ്റു, ഇതാണ് ഫോഴ്സ്. വാട്ട് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ടു ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദ ഫോഴ്സ്? ഫോഴ്സിൻ്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഡിസ്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു ദ സെൻറ്റർ ഓഫ് റൊട്ടേഷൻ. അപ്പോൾ പലർക്കും തോന്നാറുണ്ട് എന്ത് ഇപ്പോൾ ഇത് ഫോഴ്സ് എഫ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എ ഡിസ്റ്റൻസ് എടുക്കണ്ട. എ ഡിസ്റ്റൻസ് എടുക്കണ്ട. ഇവിടെ റൊട്ടേഷൻ നടക്കുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഈ പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് റൊട്ടേഷൻ നടക്കുന്നത്. സോ സെൻറ്റർ ഓഫ് റൊട്ടേഷൻ മുതൽ ലൈൻ ഓഫ് ആക്ഷൻ വരെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ശ്രദ്ധിച്ചോളൂ, സെൻറ്റർ ഓഫ് റൊട്ടേഷൻ മുതൽ അല്ലെങ്കിൽ ആക്സിസ് ഓഫ് റൊട്ടേഷൻ മുതൽ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദ ഫോഴ്സ് വരെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ടു ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദ ഫോഴ്സ്. അപ്പോൾ ആ ഡിസ്റ്റൻസ് ആണെങ്കിൽ എത്ര വരും? ദാറ്റ് വിൽ ബി ഈക്വൽ ടു A/2 എന്ന് വരും. ടോർക്ക് ഈ സൈഡിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോർക്ക് എത്രയാണ്? A/2 ആണ്. ഇതേപോലെ തന്നെ ഇപ്പുറത്തും ഒരു ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ലേ? അപ്പോൾ എത്ര വരും? പ്ലസ് എഗെയിൻ BIB ഇൻറ്റു A/2 എന്നല്ലേ മക്കളെ വരിക? സോ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? BIB ഇൻറ്റു A/2 പ്ലസ് BIB ഇൻറ്റു A/2. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു BIAB എന്ന് കിട്ടും. വാട്ട് ഈസ് ദിസ് AB? AB എന്ന് പറഞ്ഞാൽ മക്കളെ ഈ ലൂപ്പിൻ്റെ, ഈ സ്ക്വയർ ലൂപ്പിൻ്റെ ഏരിയ അല്ലേ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ? സോ നമുക്ക് എന്ത് എഴുതാം? ടോർക്ക് ഇസ് ഈക്വൽ ടു BIA എന്ന് എഴുതാം. ഇത് ഒരൊറ്റ ലൂപ്പ് ആയതുകൊണ്ടാണ്, സിംഗിൾ ലൂപ്പ് ഉള്ളതുകൊണ്ടാണ് ഇവിടെ BIA എന്ന് വന്നത്. സപ്പോസ് അവിടെ n നമ്പർ ഓഫ് ലൂപ്സ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ദർ ആർ n നമ്പർ ഓഫ് ലൂപ്സ്. നമുക്ക് എന്ത് എഴുതേണ്ടി വരും? ടോർക്ക് ഇസ് ഈക്വൽ ടു n ഇൻറ്റു BIA എന്ന് എഴുതേണ്ടി വരും. ഫോർ n നമ്പർ ഓഫ് ലൂപ്സ്. ഫോർ n ടേൺസ് ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് എഴുതും? NIAB എന്ന് എഴുതും. അപ്പോൾ ടോർക്കിനെ നമുക്ക് എന്ത് എഴുതാം? ടോ ഇസ് ഈക്വൽ ടു NIAB. അപ്പോൾ NIAB എന്ന് പറഞ്ഞാൽ ആദ്യ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, ദിസ് NIA റെപ്രസെൻറ്റ്സ് ദ മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് ദ arrangement. So torque can also be written as MB. NIA represents magnetic moment. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് ടോർക്ക് ഇസ് ഈക്വൽ ടു MB എന്ന് എഴുതാം. ഇവിടെ നമ്മൾ ഡയഗ്രാം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ലൂപ്പും ഇതാണ് നമ്മളുടെ ലൂപ്പ്. ഈ ലൂപ്പിൻ്റെ ഏരിയൽ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് ഇസ് മീൻ ബൈ ഏരിയൽ വെക്ടർ? ഇലക്ട്രോസ്റ്റാറ്റിക്സ് കേട്ട ആൾക്കാരൊക്കെ ഒന്ന് ഓർമ്മ ഉണ്ടാവും തോന്നുന്നു. നമുക്കൊരു പർട്ടിക്കുലർ ഏരിയ തന്നാൽ ആ ഏരിയയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന യൂണിറ്റ് വെക്ടറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഏരിയൽ വെക്ടർ എന്ന് വിളിക്കുന്നത്. ഇവിടെ ഇതല്ല ഏരിയ. ഈ ഏരിയയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ അത് എങ്ങോട്ട് വരും? നിങ്ങളുടെ നേർക്ക് വരും. അപ്പോൾ ഇതാണ് ഏരിയൽ വെക്ടർ. ഇവിടെ മക്കളെ നിങ്ങൾ നോക്കി, ഏരിയൽ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ ഏരിയൽ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ടാണ് നമുക്ക് ടോർക്ക് എത്ര കിട്ടിയത്? NIAB കിട്ടിയത്. ദാറ്റ് ഈസ് ദ മാക്സിമം ടോർക്ക് എക്സ്പീരിയൻസ്ഡ്. ടോർക്കിൻ്റെ ജനറൽ ഇക്വേഷൻ NIAB അല്ല, ഇറ്റ് ഈസ് NIAB സൈൻ തീറ്റ, വിച്ച് വി വിൽ ബി ഡിസ്കസിങ് ഫോർ ദ നെക്സ്റ്റ്. അപ്പോൾ ഇവിടെ ഏരിയൽ വെക്ടറും ഈ AB എന്ന് പറയുന്നതിൻ്റെ ഏരിയൽ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ വരുന്നത് 90 ഡിഗ്രിയാണ്. അതുകൊണ്ടാണ് നമുക്ക് ടോർക്ക് എത്ര വന്നത്? NIAB എന്ന് വന്നത്. അതിൻ്റെ ജനറൽ കേസ് നമുക്ക് കാണാം. ദിസ് ഈസ് ദ മാക്സിമം ടോർക്ക്. ഈ കാണിച്ചിരിക്കുന്നത് മാക്സിമം ടോർക്കാണ് എന്നുള്ള കാര്യം ഓർമ്മിച്ചോളൂ. ആ ലൂപ്പിന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ടോർക്കാണ് NIAB എന്ന് പറയുക, അല്ലെങ്കിൽ നമുക്കതിനെ MB എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്കിത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ മാഗ്നറ്റിക് ഫീൽഡും, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാഗ്നറ്റിക് ഫീൽഡും ലൂപ്പും ഒരേ പ്ലെയിനിലാണ് ഇരിക്കുന്നത്. ദ ലൂപ്പ് ആൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് ആർ അലോങ് ദ സെയിം പ്ലെയിൻ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഏരിയൽ വെക്ടർ ഓഫ് ദ ലൂപ്പ് ആൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് ആർ പെർപെൻഡിക്കുലർ. ഇനി ഇതിൻ്റെ ജനറൽ ആയിട്ടുള്ള മറ്റു ചില കേസുകൾ കാണാം. അതിലൊരു കേസ് നമുക്ക് ഇപ്പോൾ തന്നെ ഒന്ന് പറഞ്ഞു പോവാം. എന്താ വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് സി, ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. സപ്പോസ് ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് വിചാരിക്കുക മക്കളെ. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഇങ്ങനെയാണ് ഞാൻ ലൂപ്പിനെ വെക്കുന്നതെന്ന് വിചാരിക്കുക. അതായത് ഇങ്ങനെ ഇരിക്കുന്ന ലൂപ്പിനെ നേരെ ഇങ്ങനെ കൊണ്ടുവച്ചു. ഇപ്പോൾ ഈ ലൂപ്പിൻ്റെ ഏരിയൽ വെക്ടർ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്? ദിസ് ഈസ് ദ ഏരിയൽ വെക്ടർ ഓഫ് ദ ലൂപ്പ്. സോ ഹിയർ ഏരിയൽ വെക്ടർ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആർ
പാരലൽ, ഏരിയൽ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും പാരലൽ ആവുന്ന സമയത്ത് ഇതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോർക്ക് എത്രയായിട്ട് വരും? 0 ആയിട്ട് വരും. ബിക്കോസ് ഏരിയൽ വെക്ടർ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആർ പാരലൽ, സോ തീറ്റ ഈക്വൽ ടു 0. ഇതെങ്ങനെയാണ് 0 വന്നതെന്ന് ഇപ്പോൾ പലർക്കും ഡൗട്ട് തോന്നുന്നുണ്ടാവും. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ് നെക്സ്റ്റ്. മക്കളെ, നമുക്ക് അതിൻ്റെ ജനറൽ കേസ് ഒന്ന് കാണാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കറണ്ട് ക്യാരിയിങ് ലൂപ്പ്, നേരത്തെ അതേ ലൂപ്പ് തന്നെയാണ്, ഞാൻ താഴേക്കൊന്നും വരയ്ക്കുന്നില്ല. നമുക്കറിയാം ഇതിനകത്ത് ഒരു കറണ്ട് ഫ്ലോ ഉണ്ട്. കറണ്ട് ഓഫ് ഐ ഇസ് ഫ്ലോയിങ് ഇൻ ദ ലൂപ്പ്. അപ്പോൾ മൊത്തം ബാറ്ററി എന്ന് വരച്ച് പിന്നെ ഞാൻ സമയം കളയുന്നില്ല. ഇതിനകത്തൊരു കറണ്ട് ഫ്ലോ ഉണ്ട്, അത്ര വിചാരിച്ചാൽ മതി. നമുക്ക് ഐ എന്ന് പറയുന്നൊരു കറണ്ട് ഇതിനകത്ത് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഐ എന്ന് പറയുന്ന കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഈ ലൂപ്പിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോർക്ക് എത്രയാണ് ഈ സിറ്റുവേഷനിൽ? നേരത്തെ എന്ന് പറഞ്ഞാൽ ലൂപ്പ് ഇങ്ങനെ ഇരുന്നിരുന്നത്, ഈ രീതിയിലാണ് ലൂപ്പ് ഇരുന്നിരുന്നത്. അതായത് ദ ലൂപ്പ് വിൽ ബി ലൂപ്പ് ആൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഷെയർ ദ സെയിം പ്ലെയിൻ. ഇവിടെയാണെങ്കിൽ ലൂപ്പ് ഇരിക്കുന്ന ഒരു പർട്ടിക്കുലർ ആംഗിളിലാണ്. അതായത് ലൂപ്പിൻ്റെ ഏരിയൽ വെക്ടറും, ഏരിയൽ വെക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഏരിയയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന യൂണിറ്റ് വെക്ടറിനെയാണ് നമ്മൾ ഏരിയൽ വെക്ടർ എന്ന് പറയുക. ഇവിടെ ഏരിയൽ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ തീറ്റയാണ്. ഈ സിറ്റുവേഷനിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോർക്ക് എത്രയാണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ സിറ്റുവേഷനിലെ ടോർക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ ഫോഴ്സിൻ്റെ കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ഫോഴ്സ് എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? എഫ് ഇസ് ഈക്വൽ ടു ബി ഐ ഇൻറ്റു ബി തന്നെയാണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്. അപ്പോൾ ഫോഴ്സ് ബി ഐ ഇൻറ്റു ബി ആണ്. ടോർക്ക് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ടോർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഇവിടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്ര വരും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ ആക്സിസ് ഓഫ് റൊട്ടേഷനെ പറ്റി നോക്കുകയാണെങ്കിൽ ദിസ് റെപ്രസെൻറ്റ്സ് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. സി, ദിസ് ഇസ് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഓഫ് ദ ലൂപ്പ്. ഈ ആക്സിസിലാണ് അതിന് ഒമേഗ വെലോസിറ്റിയിൽ അതിങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ടോർക്ക് എത്രയാണ് എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ടോർക്ക് നേരത്തെ ചെയ്ത അതേ മെത്തേഡിലാണ്, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ടോർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ടു ദ ഫോഴ്സ് എന്ന് വരും. അപ്പോൾ എത്ര വരും എന്ന് നോക്കാം. ഇവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ട് സൈഡുകളിൽ ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. മുകളിലുള്ള ഇതിലും താഴെയുള്ള ഈ സൈഡിലും ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ആ രണ്ട് ടോർക്കിൻ്റെയും കൂടെ സമ്മാണ് നമുക്ക് എത്രയായിട്ട് കിട്ടേണ്ടത്? ഈ പറയുന്ന ടോട്ടൽ ടോർക്കായിട്ട് കിട്ടുന്നത്. അപ്പോൾ ചിലർക്ക് സംശയം തോന്നാം, അപ്പോൾ എന്നാൽ പിന്നെ നമ്മൾ ഈ രണ്ട് സൈഡിലും അപ്പോൾ ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ലേ എന്നൊരു സംശയം തോന്നും. ഈ രണ്ട് സൈഡും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് സൈഡും ഇതാണെങ്കിലും ഈ പറഞ്ഞ സൈഡാണെങ്കിലും അവരുടെ ആ രണ്ട് സൈഡുകളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്, ബി ഐ ബി എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഇനി ടോർക്കിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഈ ലൂപ്പിന് മൊത്തമായിട്ട് കിട്ടുന്ന ടോർക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ മക്കളെ, നമുക്ക് അപ്പോൾ ടോർക്ക് എങ്ങനെയാണെന്നുള്ളത്, ഈ ലൂപ്പിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോട്ടൽ ടോർക്ക് എങ്ങനെയാണ് അല്ലെങ്കിൽ ടോട്ടൽ ഫോഴ്സ് എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി ഞാൻ ദേ ലൂപ്പിനൊന്ന് ജസ്റ്റ് നെയിം ചെയ്തിട്ടുണ്ട്. എ ബി സി ഡി എന്ന് പറഞ്ഞ് നെയിം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ എ ബി എന്ന് പറയുന്ന വയറിന് അലോങ് ആണെങ്കിലും സി ഡി എന്ന് പറയുന്ന വയറിന് അലോങ് ആണെങ്കിലും കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ force acting on AB and force acting on CD are equal in magnitude but they are opposite in directions. So ഈ രണ്ടുപേരും ക്യാൻസൽ ആയി പോകും. അപ്പോൾ പിന്നെ നമുക്ക് നോക്കേണ്ടത് ആരെയാണ്? ബി സിയും എ ഡിയും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണെന്നാണ്. ഫസ്റ്റ് കേസിൽ, ആദ്യം പറഞ്ഞ കേസിൽ എ ബിയും സി ഡിയും ബി സിയും എ ഡിയും മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഫോഴ്സ് ഒന്നും എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല, ബിക്കോസ് തീറ്റ ഈക്വൽ ടു 0. പക്ഷേ ഇവിടെ തീറ്റ 0 അല്ല. കാരണം ഇവിടെ ഈ സിറ്റുവേഷനിൽ വെച്ച് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഇവിടെ വെച്ച് ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. കറണ്ടിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടാണ്. സോ ദർ ഈസ് ആൻ ആംഗിൾ ബിറ്റ്വീൻ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ദിസ് കറണ്ട് എലമെൻറ്റ്. അപ്പോൾ ഇതൊരിക്കലും 0 ആവുന്നില്ല. അതായത് ബി സിയും ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എ ഡിയും ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ബി സിക്ക് എന്ത് ഡയറക്ഷനിലാണോ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതേ ഡയറക്ഷനിൽ തന്നെയാണ്, അല്ലെങ്കിൽ അതിന് കൊലീനിയർ ആയിട്ടാണ് എ ഡിക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ബട്ട് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്. അപ്പോൾ ഫോഴ്സ് ആക്ടിങ് ഓൺ ബി സി ആൻഡ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ഡി ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ്, കൊലീനിയർ ഇൻ ഡയറക്ഷൻ ആൻഡ് അലോങ് ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്. സോ ഈ ഫോഴ്സ് ആക്ടിങ് ഓൺ ബി സിയും ഫോഴ്സ് ആക്ടിങ് ഓൺ എ ഡിയും ആ രണ്ടുപേരും പരസ്പരം ക്യാൻസൽ ചെയ്തു. ഒരേ ലൈൻ അലോങ് ആയിട്ടാണ് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. കൊലീനിയർ എന്ന് എടുത്ത് പറഞ്ഞാൽ അതുകൊണ്ടാണ്. അപ്പോൾ ബി സി ആൻഡ് എ ഡി രണ്ടുപേരും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് 0 ആയി. അപ്പോൾ നെറ്റ് ഫോഴ്സ് എക്സ്പീരിയൻസിങ് ഓൺ ദ ലൂപ്പ് എത്രയാണ്? 0 ആണ്. അപ്പോൾ ഫോഴ്സ് എന്തായാലും 0, അത് തീരുമാനമായി.
ഇതിൻ്റെ ഫോഴ്സും ക്യാൻസലായി, ഇതിൻ്റെ ഫോഴ്സും ക്യാൻസലായി. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഫോഴ്സുകളുടെ കാര്യം നോക്കുമ്പോൾ ബി സിക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സും എ ഡിക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സും ഒരേ ലൈൻ അലോങ് ആയിട്ടാണ് വരുന്നത്, കൊലീനിയർ. അതേസമയം എ ബി ആണെങ്കിലും അതുപോലെ തന്നെ സി ഡി ആണെങ്കിലും ഫോഴ്സ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്, ബട്ട് ദേ ആർ നോട്ട് ആക്ടിങ് അലോങ് ദ സെയിം ലൈൻ. ഒറ്റ ലൈൻ അലോങ് ആയിട്ടല്ല ആക്ട് ചെയ്യുന്നത്. അത് അറിയണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ. നമുക്ക് ടോർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ബി സി എന്ന് പറയുന്ന സെഗ്മെൻറ്റിനെ മേലെ നിന്നൊന്ന് ഒബ്സർവ് ചെയ്യുക. ബി സി എന്ന് പറയുന്ന സെഗ്മെൻറ്റിനെ മേളിൽ നിന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ലെറ്റ് us see പർട്ടിക്കുലർ ആംഗിളിലാണ് ഈ പറയുന്ന ബി സി എന്ന് പറയുന്ന സൈഡ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് ബി സി. നമ്മളിതിനെ നോക്കുന്നത് മുൻപത്തെ കേസിൽ ചെയ്ത പോലെ യു ആർ വാച്ചിങ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ സ്ലൂപ്പ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ നോക്കുന്നത്. ഇത് ബി സി, ഇതതിൻ്റെ സെൻറ്റർ പോയിൻ്റാണ്. ബി സിയുടെ സെൻറ്റർ പോയിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിലൂടെയാണ് ആര് പാസ് ചെയ്ത് പോകുന്നത്, ആക്സിസ് പോകുന്നത്. സോ നിങ്ങൾ മേലെ നോക്കുമ്പോൾ ഈ ഡിസ്റ്റൻസ് a/2 ആണ്, ഈ ഡിസ്റ്റൻസ് a/2 ആണ്. ഇതാണ് ആക്സിസ് വിച്ച് ഇസ് പോയിൻറ്റിങ് ടുവേഴ്സ് യു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അറ്റ് ദ എൻഡ് ബി ആണെങ്കിലും അറ്റ് ദ എൻഡ് സി ആണെങ്കിലും ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ എങ്ങനെയാണ്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. സോ ബിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് മുൻപ് പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് ആക്ടിങ് അലോങ് ദിസ് ഡയറക്ഷൻ. സോ സിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇറ്റ് ഈസ് ആക്ടിങ് അലോങ് ദിസ് ഡയറക്ഷൻ. രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സുകളാണ്. ആൻഡ് ദാറ്റ്സ് വൈ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് കൺസ്റ്റിറ്റ്യൂട്ട് ഓഫ് എ കപ്പിൾ എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ എ ബി ആണെങ്കിലും ഈ സി ഡി ആണെങ്കിലും ആ രണ്ട് പേർക്ക് അലോങ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കൊലീനിയർ അല്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇതിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബിയിലും സിയിലും ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ പാരലൽ ആണ്, അല്ലെങ്കിൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്, ബട്ട് ദേ ആർ നോട്ട് കൊലീനിയർ. പക്ഷേ ബി സിയിലാണെങ്കിലും സി ഡിയിലാണെങ്കിലും ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഒരേ ലൈൻ അലോങ് ആയിട്ടാണ്, കൊലീനിയർ ഫോഴ്സ് ആണ്. സോ കൊലീനിയർ ഫോഴ്സ് പരസ്പരം ക്യാൻസൽ ചെയ്യുകയും ചെയ്യും. ദേ കനോട്ട് ക്രിയേറ്റ് എ ടോർക്ക് ഓൺ ദ ലൂപ്പ്. ഇവിടെ ടോർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ബിയിലും, അതായത് എ ബിക്ക് അലോങ് ആയിട്ടും സി ഡിക്ക് അലോങ് ആയിട്ടും ആക്ട് ചെയ്യുന്ന കൊലീനിയർ അല്ലാത്ത ഈ രണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പെയർ ഓഫ് ഫോഴ്സിന് മാത്രമേ അവിടെ ടോർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കുന്നത് എവിടെ നിന്നാണ്, മേലെ നിന്നാണ്. മേലെ നോക്കുമ്പോൾ മനസ്സിലാക്കിക്കോ മക്കളെ, ഒരു ഫോഴ്സ് ഇങ്ങോട്ടേക്കും അതായത് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഇങ്ങോട്ടേക്കും ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഇങ്ങോട്ടേക്കുമാണ്. ഈ രണ്ട് ഫോഴ്സുകളാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഡിസ്റ്റൻസ് a/2 ആണ്. ഇവിടെ അറിയാലോ ഏരിയൽ വെക്ടർ എന്ന് പറയുന്ന ഒരാൾ അവിടെ ഉണ്ട്. ആ ഏരിയൽ വെക്ടർ എങ്ങനെ വരാൻ നോക്കിക്കോളൂ. മാഗ്നറ്റിക് ഫീൽഡ് നമുക്കറിയാം. മാഗ്നറ്റിക് ഫീൽഡ് നേരെ ഇതിന് പാരലായിട്ട്, അതായത് മാഗ്നറ്റിക് ഫീൽഡ് പാസ് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത്. അപ്പോൾ ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് പാസ് ചെയ്യുന്നത്. ഏരിയൽ വെക്ടർ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, ഏരിയൽ വെക്ടർ ഈ സൈഡിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഏരിയൽ വെക്ടർ വരുന്നത്. ഇതിന് പെർപെൻഡിക്കുലർ, ഇങ്ങോട്ടല്ല ഏരിയൽ വെക്ടർ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഏരിയൽ വെക്ടർ. അതിനെ നമുക്ക് യൂണിറ്റ് വെക്ടർ എന്ന് പറയാം. ആ രണ്ട് പേരും തമ്മിലുള്ള ആംഗിളാണ് എത്ര വരുന്നത്, തീറ്റ വരുന്നത്. ഏരിയൽ വെക്ടർ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഇതെന്തായാലും 90 ഡിഗ്രി അല്ലേ. ഈ ബി സി എന്ന് പറയുന്ന സൈഡും ഏരിയൽ വെക്ടറും തമ്മിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ എന്തായാലും 90 ഡിഗ്രിയാണ്. കാരണം ബി സിക്ക് പെർപെൻഡിക്കുലർ ആണ് ഏരിയൽ വെക്ടർ. ഇത് തീറ്റ ആണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ എത്ര വരും, ദാറ്റ് വിൽ ബി 90 മൈനസ് തീറ്റ. നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി ഞാനൊന്ന് എൻലാർജ് ചെയ്യുന്നുണ്ട്. ഈ ഡയഗ്രാം നമുക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക് ആവശ്യമില്ലല്ലോ. ഇത് തീറ്റയാണെങ്കിൽ ഇത് 90 മൈനസ് തീറ്റയാണ്. നമുക്ക് വേണ്ട എന്താണ്, ഫോഴ്സിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. ബിക്കോസ് ഫോർ കാൽക്കുലേറ്റിംഗ് ദ ടോർക്ക് വി നീഡ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ടു ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദ ഫോഴ്സ്. അപ്പോൾ ഫോഴ്സിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതല്ലേ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ, ഇതല്ലേ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദ ഫോഴ്സ്. ഇതാണ് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദ ഫോഴ്സ്. അപ്പോൾ മക്കളെ, ഫോഴ്സിന് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആരാണ്, ഈ ഡിസ്റ്റൻസ് അല്ലേ ഫോഴ്സിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. ഇത് എത്ര വരും എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിൽ വന്നിട്ടുണ്ടാവുമല്ലോ. ഇത് ഈ റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വിൽ ബി കോസ് ഓഫ് 90 മൈനസ് തീറ്റ, അതായത് a/2 ഇൻറ്റു കോസ് ഓഫ് 90 മൈനസ് തീറ്റ. അപ്പോൾ നമുക്ക് പെർപെൻഡിക്കുലറിൻ്റെ വാല്യൂ ഇവിടെ പറയാൻ പറ്റും. ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു a/2. റൈറ്റ് ട്രയാങ്കിൾ എടുത്തു നിങ്ങൾ. റൈറ്റ് ട്രയാങ്കിൾ കോസ് ഓഫ് 90 മൈനസ് തീറ്റ ഈക്വൽ ടു ദിസ് സൈഡ്, ഈ സൈഡ് ഡിവൈഡഡ് ബൈ a/2 എന്ന് വരും. സോ ദാറ്റ് പെർപെൻഡിക്കുലർ ഈക്വൽ ടു a/2 ഇൻറ്റു കോസ് ഓഫ് 90 മൈനസ് തീറ്റ എന്ന് വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു a/2 സൈൻ തീറ്റ എന്ന് നമുക്ക് കിട്ടും. a/2 സൈൻ തീറ്റ എന്ന് കിട്ടും. ഇനി നമുക്ക് നമ്മളുടെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. ബാക്കി കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അപ്പോൾ നമുക്ക് പെർപെൻഡിക്കുലർ കിട്ടി. ഇനിയിപ്പോൾ ടോർക്കിൻ്റെ കാൽക്കുലേഷൻ നോക്കാം. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണെന്ന് ഇപ്പോൾ മനസ്സിലായി, a/2 സൈൻ തീറ്റയാണ്. സോ നൗ ടോർക്ക് ഈസ് ഈക്വൽ ടു, ഈ സൈഡിലും ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ മേലെ പറഞ്ഞിരിക്കുന്ന AB എന്ന് പറയുന്ന BC എന്ന് പറയുന്ന സൈഡിലും ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, ADയിലും ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ടോർക്ക്
മുൻപത്തെ കേസിൽ ചെയ്ത പോലെ ടോർക്ക് ഇസ് ഈക്വൽ ടു എത്രയായിട്ട് വരും? ബി ഐ ബി ഇൻറ്റു a/2 സൈൻ തീറ്റ. ഇങ്ങനത്തെ രണ്ടാൾക്കാരില്ലേ, ഇൻറ്റു 2 അല്ലേ വരിക. ഇതിനും ടോർക്ക് വരുന്നുണ്ട്, ഇതിനും ടോർക്ക് വരുന്നുണ്ട്. സോ ടോട്ടൽ ടോർക്ക് ഇസ് ഈക്വൽ ടു എത്ര വന്നു? ദാറ്റ് ഈസ് ബി ഐ എ ബി സൈൻ തീറ്റ, ഓർ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എ ബി എന്ന് പറയുന്ന ഏരിയ ആയതുകൊണ്ട് ഇറ്റ് ഈസ് ബി ഐ എ സൈൻ തീറ്റ എന്ന് വന്നു. ടോർക്ക് ഇസ് ഈക്വൽ ടു ബി ഐ എ സൈൻ തീറ്റ. ഇതൊരു സിംഗിൾ ലൂപ്പ് ആണെങ്കിൽ സപ്പോസ് അവിടെ n ടേൺസ് ഉണ്ടെന്ന് വിചാരിക്കുക. n ടേൺസ് ഉണ്ടെങ്കിൽ ദ ടോർക്ക് വിൽ ബി ഈക്വൽ ടു എൻ ഐ എ ബി സൈൻ തീറ്റ എന്ന് പറയാം നമുക്ക്. അല്ലെങ്കിൽ ഈ എൻ ഐ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ മാഗ്നറ്റിക് മൊമെൻ്റ് ആണ്. സോ ഇറ്റ് ഈസ് എം ബി സൈൻ തീറ്റ. വെക്ടർ നൊട്ടേഷനിലാണെങ്കിൽ ടോ ഈക്വൽ ടു എം ക്രോസ് ബി എന്ന് വരും. ടോർക്ക് ഇസ് ഈക്വൽ ടു എം ക്രോസ് ബി. ഇതാണ് ടോർക്കിൻ്റെ ജനറൽ കേസ്. ഞാനതൊന്ന് ഒരു എക്സ്ട്രാക്റ്റ് പറഞ്ഞതിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിൻ്റെ ഒരു കറണ്ട് ക്യാരിയിങ് വയറിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ QVB എങ്ങനെ BIL ആവും എന്ന് കണ്ടു. അതിനുശേഷം ഒരു കറണ്ട് ക്യാരിയിങ് ലൂപ്പിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോർക്ക് എത്രയാണെന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇത് MB അല്ലെങ്കിൽ NIAB എന്ന് പറയുന്നത് മാക്സിമം ടോർക്കാണ് വെൻ ദ കറണ്ട് ക്യാരിയിങ് കോയിൽ ആൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഷെയർ ദ സെയിം പ്ലെയിൻ. ഇനി അതിൻ്റെ ജനറൽ കേസ് അടുത്ത് നമ്മൾ കണ്ടു. നെക്സ്റ്റ് കേസ് നമ്മൾ ഒരെണ്ണം കണ്ടല്ലോ. നെക്സ്റ്റ് കേസ് നമ്മൾ കണ്ടത് ഏതായിരുന്നു? അതിൻ്റെ ജനറൽ ആയിട്ടുള്ള എക്സ്പ്രഷൻ, അതായത് വെൻ ദ ഏരിയ ആൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് ആർ സെപ്പറേറ്റഡ് ബൈ ആൻ ആംഗിൾ തീറ്റ, അപ്പോൾ വരുന്ന ടോർക്ക് എന്താണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഇനി ടോർക്കിൽ നിന്ന് ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ ലൂപ്പിന് ഒരു സർക്കുലർ മോഷനാണ് ഉണ്ടാകുന്നത്. അപ്പോൾ സർക്കുലർ മോഷൻ ആണെങ്കിൽ ദർ ഷുഡ് ബി എ ടൈം പീരീഡ് ഓഫ് ദാറ്റ് സർക്കുലർ മോഷൻ. അതുപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് എന്തായാലും ഒരു പൊട്ടൻഷ്യൽ എനർജി എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ ടൈം പീരീഡ് ഓഫ് റൊട്ടേഷൻ എന്താണ്, പൊട്ടൻഷ്യൽ എനർജി എന്താണെന്നുള്ള കാര്യങ്ങളാണ് നമുക്കിനി അടുത്ത് കാണേണ്ടത്. ഓക്കെ, ദാറ്റ് വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.